ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നോമ്പുകാലത്തിന്റെ പ്രാർത്ഥന ഭരിതമായ ഈ നിമിഷങ്ങളിൽ വചന വിചിന്തനത്തിനായി ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുന്നത് മാർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 27 മുതൽ 33 വരെയുള്ള വചനങ്ങളാണ്. യേശു ദേവാലയത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവിടുത്തെ സമീപിച്ച് അധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണ് നാം ഈ വചനഭാഗത്ത് വായിക്കുന്നത്. നമ്മുടെ ആത്മീയ യാത്രയിൽ നാം എപ്പോഴും ഓർക്കേണ്ട പ്രധാനപ്പെട്ട 3 പാഠങ്ങൾ ഈ സംഭവം നമുക്ക് നൽകുന്നുണ്ട്. ഒന്നാമതായി വചനം പറയുന്നു, യേശു ദേവാലയത്തിലൂടെ നടക്കുമ്പോഴാണ് അവർ അവിടുത്തെ അടുത്തെത്തിയത് എന്ന്. പ്രാർത്ഥനയുടെയും ദൈവസാന്നിധ്യത്തിന്റെയും ഇടമായ ദേവാലയത്തിൽ വെച്ചാണ് അവർ യേശുവിനെ കൊടുക്കുവാൻ അവിടുത്തെ അധികാരം ചോദ്യം ചെയ്യുവാൻ ശ്രമിക്കുന്നത്. സത്യം അറിയാനുള്ള ആഗ്രഹം കൊണ്ടല്ല, മറിച്ച് തങ്ങളുടെ സ്ഥാനമാനങ്ങൾക്കും അധികാരങ്ങൾക്കും യേശു ഒരു ഭീഷണിയാണെന്നുള്ള ഭയം കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ ഈ പ്രമാണിമാരുടെ മനോഭാവം കടന്നു വരാറില്ലേ? ദേവാലയത്തിലും ആത്മീയ കാര്യങ്ങളും നാം പ്രവർത്തിക്കുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുന്നതിന് പകരം സ്വന്തം അധികാരവും സ്ഥാനമാനങ്ങളും വലുതായി നാം കാണാറുണ്ടോ? നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾ നടക്കാതെ വരുമ്പോൾ നാം ദൈവത്തിന്റെ അധികാരത്തെയും അവിടുത്തെ പദ്ധതികളെയും ചോദ്യം ചെയ്യാറുണ്ടോ? ഈ നോമ്പുകാലം നമ്മുടെ ഉള്ളിൽ അഹങ്കാരങ്ങളെ ഇല്ലാതാക്കാനുള്ള സമയമാണ്. രണ്ടാമതായി യേശു തിരിച്ച് യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പ്രമാണിമാർ നടത്തുന്ന ഒരു കണക്ക് കൂട്ടലുണ്ട്. ഉത്തരം എന്താണെന്ന് അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു. എന്നാൽ അവർ ചിന്തിച്ചത് സത്യം പറയുന്നതിനെ കുറിച്ചല്ല, മറിച്ച് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ കുറിച്ചാണ്. സ്വർഗത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ യേശു കുറ്റപ്പെടുത്തും, മനുഷ്യരിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ജനങ്ങൾ എതിരാകും. അതുകൊണ്ട് അവർ കണ്ടെത്തിയ എളുപ്പവഴിയായിരുന്നു ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന കള്ളം. നമ്മുടെ ജീവിതത്തിൽ എത്രയോ തവണ നാം ഇതുപോലെ സത്യം മറച്ചു വെച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ മുൻപിൽ ആളാകാൻ വേണ്ടിയും മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ഭയന്ന് നാം പലപ്പോഴും സത്യം തുറന്നു പറയാൻ മടിക്കുന്നു. സ്വന്തം ലാഭനഷ്ടങ്ങൾ മാത്രം നോക്കി നിലപാടുകൾ മാറ്റുകയും സൗകര്യപ്രദമായ കള്ളങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. മനുഷ്യരെ ഭയന്ന് സത്യം മറച്ചു വെക്കുന്ന ഈ കാപട്യത്തിന്റെ മുഖംമൂടിയിൽ വലിച്ചെറിയാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് സാധിക്കണം. മൂന്നാമതായി, ഈ വചനഭാഗത്തിന്റെ അവസാന വരി വളരെ ഗൗരവമുള്ളതാണ്. അറിഞ്ഞിട്ടും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ പ്രമാണിമാരോട് യേശു പറയുന്നു, എന്ത് അധികാരത്തിലാണ് ഞാൻ ഇവ ചെയ്തതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. നമ്മുടെ ഉള്ളിൽ അറിയപ്പെടുന്ന സത്യങ്ങളോട് നാം മുഖം തിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയും വെളിപ്പെടുത്തലുകളും നമ്മിൽ നിന്ന് മറയ്ക്കപ്പെടും. കാപട്യം നിറഞ്ഞതും അടച്ചുപിടിച്ചതുമായ ഹൃദയങ്ങൾക്ക് മുൻപിൽ നാം നിശബ്ദമായിരിക്കും. നാം സത്യത്തോട് തുറവിയുള്ളവരാണെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ചെറിയപ്പെടുകയുള്ളൂ. സ്നേഹമുള്ളവരെ, ഈ നോമ്പുകാലത്ത് നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. എന്റെ വിശ്വാസ ജീവിതത്തിന്റെ കാപട്യത്തിൽ നിഴലിൽ വീണിട്ടുണ്ടോ? മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള വ്യാജമായ ജീവിതം ഉപേക്ഷിച്ച് സത്യത്തോട് ചേർത്ത് നിൽക്കാൻ നമുക്ക് ശ്രമിക്കാം. മനുഷ്യരെ ഭയക്കാതെ ദൈവത്തെ ഭയപ്പെടുന്നവരായി അവിടുത്തെ അധികാരത്തിന് പൂർണ്ണമായി വിധേയപ്പെടുന്ന ഒരു ഹൃദയം സ്വന്തമാക്കാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.